ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി ഹർ ഘർ തിരങ്ക പ്രചാരണത്തിന് ഇന്ന് തുടക്കം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ആൻഡമാൻ നിക്കോബാറിലെ ഫ്ളാഗ് പോയിന്റിൽ ദേശീയ പതാക ഉയർത്തും. ഇന്ത്യ അമേരിക്ക സമഗ്ര ആഗോള തന്ത്രപര പങ്കാളിത്തം വർദ്ധിപ്പിക്കാനുള്ള പ്രതിബദ്ധത ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസുമായി പ്രധാനമന്ത്രി ടെലിഫോൺ സംഭാഷണം നടത്തി. സ്റ്റാർട്ടപ്പുകൾക്ക് കൂടുതൽ കരുത്തു പകരാൻ പ്രമുഖ വ്യവസായ പങ്കാളികളുമായി തന്ത്രപ്രധാനമായ ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ച് കേന്ദ്ര സർക്കാർ. ഇറാൻ സമാധാനത്തിന്റെ പാത പിന്തുടരുമെന്നും എന്നാൽ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ലെന്നും ഇറാൻ പ്രസിഡന്റ് മസൂദ് പസഷ്കിയാൻ. ഉത്തരേന്ത്യയിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിലും കനത്ത മഴ തുടരും. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ത്യൻ താരം അഷ്മിത ചാലിഹ ഇന്ന് ചൈനയുടെ ക്യൂഹാനെ നേരിടും. വാർത്തകൾ വിശദമായി. 2 ദിവസത്തെ ആൻഡമാൻ നിക്കോബാർ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ശ്രീവിജയപുരത്തെത്തി. ദ്വീപിൽ അദ്ദേഹത്തിന് ഔദ്യോഗിക സ്വീകരണവും ഗാർഡ് ഓഫ് ഓണറും നൽകി. ഹർ ഘർ തിരങ്ക യജ്ഞത്തിന്റെ ഭാഗമായി ഇന്ന് അദ്ദേഹം ശ്രീവിജയപുരത്തെ ഫ്ളാഗ് പോയിന്റിൽ ദേശീയ പതാക ഉയർത്തും. രാജ്യത്ത് സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി ഹർ ഘർ തിരങ്ക പ്രചാരണത്തിന് ഇന്ന് തുടക്കം. ദേശീയ പതാക ഉയർത്താനും ദേശസ്നേഹം, ദേശീയ ഐക്യം, ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം എന്നിവ ആഘോഷിക്കാനും പൌരന്മാരെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ ഉദ്യമത്തിന്റെ ലക്ഷ്യം. ഒരു റിപ്പോർട്ട്. 2022 ആസാദി കാ അമൃത് മഹോത്സവ ആഘോഷങ്ങളുടെ ഭാഗമായി ആരംഭിച്ച ഹർ ഘർ തിരങ്ക പരിപാടി രാജ്യത്തെ ഏറ്റവും വലിയ പൊതുജന പങ്കാളിത്ത പ്രസ്ഥാനങ്ങളിൽ ഒന്നായി മാറുകയായിരുന്നു. ഈ വർഷം ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ 150ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഹർ ഘർ തിരങ്ക പ്രചാരണത്തിന് ഏറെ പ്രാധാന്യമാണുള്ളത്. ദേശീയ പതാകയുടെയും ദേശീയ ഗീതത്തിന്റെയും സന്ദേശങ്ങൾ ദേശസ്നേഹത്തിന്റെ സവിശേഷമായ ആഘോഷത്തിൽ സംയോജിക്കുന്നു. ക്യാമ്പയിന്റെ ഭാഗമായി ലോകമെമ്പാടുമുള്ള 200-ലധികം ഇന്ത്യൻ എംബസികൾ, ഹൈക്കമ്മീഷനുകൾ, കോൺസുലേറ്റുകൾ എന്നിവ നിരവധി പരിപാടികൾ സംഘടിപ്പിക്കും. ഈ മാസം 17 വരെയാണ് ഹർ ഘർ തിരങ്ക പ്രചാരണം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ വ്യോമസേനയുടെ ബാൻഡ് ഇന്ന് ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധ സ്മാരകത്തിൽ സംഗീത പരിപാടി അവതരിപ്പിക്കും. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ 150ാം വാർഷിക ആഘോഷവും ഇതോടൊപ്പം നടക്കും. ദക്ഷിണ വ്യോമസേനയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഈ മാസം 12, 13 തീയതികളിൽ ബാൻഡ് പ്രകടനം സംഘടിപ്പിക്കും. സംഗീതത്തിലൂടെ ദേശാഭിമാനവും ഐക്യബോധവും വളർത്തുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സമഗ്ര ആഗോള തന്ത്രപരമായ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തതായി ശ്രീ മോദി സാമൂഹ്യ മാധ്യമത്തിൽ പറഞ്ഞു. വ്യാപാരം, പ്രതിരോധം, സാങ്കേതിക വിദ്യകൾ, ഊർജ്ജ സുരക്ഷ, നിർണായക ധാതുക്കൾ എന്നിവയിലെ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധത ഇരു രാജ്യങ്ങളും വ്യക്തമാക്കി. രാജ്യത്തിന്റെ പുരോഗതി രൂപപ്പെടുത്തുന്നതിൽ ഗവേഷണം, സാങ്കേതിക വിദ്യകൾ എന്നിവ നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. IIT ഡൽഹിയുടെ 57ാമത് ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് പുതിയ മേഖലകൾ വികസിച്ചു വരികയാണെന്നും സെമി കണ്ടക്ടറുകൾ, ബഹിരാകാശം തുടങ്ങി എല്ലാ മേഖലകളിലും സ്വാശ്രയത്വം നേടുന്നതിനായി ഇന്ത്യ പ്രവർത്തിക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. सेमीकंडक्टर सेक्टर का उदाहरण भी हमारे सामने है. जब हमने इस दिशा में कदम बढ़ाया तो कुछ लोगों ने सवाल उठाए. कहा गया भारत ये नहीं कर पाएगा, लेकिन पहली सेमीकंडक्टर यूनिट्स में प्रोडक्शन शुरू हो चुका है और मैं साफ मानता हूं चिप से लेकर के शिप तक सब कुछ यहीं पर आप ही के हाथों से बनेगा. വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ഐവറി കോസ്റ്റ് പ്രസിഡന്റ് അലാസ ഒറ്റാരയുമായി അബിജാനിൽ കൂടിക്കാഴ്ച നടത്തി. വളർന്നുവരുന്ന ഇന്ത്യ ഐവറി കോസ്റ്റ് പങ്കാളിത്തത്തെക്കുറിച്ച് ചർച്ച ചെയ്ത അദ്ദേഹം ആഫ്രിക്കയുമായുള്ള ബന്ധം കൂടുതൽ ശക്തവും ആഴത്തിലുള്ളതുമാക്കുക എന്ന ദർശനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിലുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ആവർത്തിച്ച് വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. സ്റ്റാർട്ടപ്പുകൾക്ക് കൂടുതൽ കരുത്തു പകരാൻ പ്രമുഖ വ്യവസായ പങ്കാളികളുമായി തന്ത്രപ്രധാനമായ ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ച് കേന്ദ്ര സർക്കാർ. കേന്ദ്ര വാണിജ്യ മന്ത്രാലയമാണ് പണരഹിത പേയ്മെന്റുകൾ, ഡാർവിൻ ഡൈനാമിക്സ്, കൌൺസിൽ ഫോർ സ്റ്റാർട്ടപ്പ് ഇന്ത്യ തുടങ്ങിയ മേഖലകളിലെ വ്യവസായ പ്രമുഖരുമായി വിവിധ കരാറുകളിൽ ധാരണയായത്.
സ്റ്റാർട്ടപ്പുകളുടെ സാങ്കേതിക അടിസ്ഥാന സൌകര്യങ്ങൾ ശക്തിപ്പെടുത്തുക, സ്റ്റാർട്ടപ്പുകൾക്കുള്ള നിക്ഷേപം, ആഗോള വിപണികളിലേക്കുള്ള പ്രവേശനം എന്നിവ ഉറപ്പാക്കുക തുടങ്ങിയവ ധാരണാപത്രം ലക്ഷ്യമിടുന്നു. രാജ്യത്ത് ഉത്തരാഖണ്ഡ്, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പുറപ്പെടുവിച്ചു. ഹരിയാന, ചണ്ഡീഗഡ്, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, ഉത്തർപ്രദേശ്, ബീഹാർ, രാജസ്ഥാൻ, ഝാർഖണ്ഡ്, മധ്യപ്രദേശ്, വടക്ക് കിഴക്കൻ ഇന്ത്യയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലും ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും വടക്കൻ ഒഡീഷയ്ക്ക് മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇതിന്റെ സ്വാധീന ഫലമായി കേരളത്തിൽ വിവിധയിടങ്ങളിൽ കനത്ത മഴയ്ക്കും കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഇന്ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാലവർഷത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ കണ്ണൂർ ജില്ലയിലെ ഉദയഗിരി മേഖലയിൽ 12ഓളം ഉരുൾപൊട്ടലാണ് ഉണ്ടായത്. പ്രദേശത്ത് ഡ്രോൺ സർവേ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ജില്ലാ കലക്ടറുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഡ്രോൺ സർവേ ആരംഭിച്ചത്. ജോസ്ഗിരി, രാജഗിരി, കട്ടപ്പള്ളി ഉൾക്കൊള്ളുന്ന ചെങ്കുത്തായ പ്രദേശങ്ങളുടെ കൂടുതൽ വ്യക്തമായ ആകാശ ദൃശ്യങ്ങളിലൂടെ സമഗ്രമായ പ്രതിരോധ പുനരധിവാസ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയാണ് ഡ്രോൺ സർവേ നടത്തുന്നത്. സർവേ പൂർത്തിയാവുന്നതോടെ ഉരുൾപൊട്ടലിന്റെ യഥാർത്ഥ ചിത്രം വ്യക്തമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉരുൾപൊട്ടലിൽ ചെറുപുഴ, ഉദയഗിരി പഞ്ചായത്തുകളിൽ വലിയ തോതിലുള്ള കൃഷിനാശമാണ് ഉണ്ടായത്. മണ്ണിടിഞ്ഞ് പലയിടങ്ങളിലും ഇപ്പോഴും റോഡ് ഗതാഗതം തടസ്സപ്പെട്ട് കിടക്കുകയാണ്. ഒഡീഷയിൽ പ്രളയഭീഷണി രൂക്ഷമാകുന്നു. വൈതരണി, സാലന്തി നദികളിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഭദ്രക് ഉൾപ്പെടെയുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ ആശങ്ക വർദ്ധിച്ചു. നിരവധി ഗ്രാമങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. അമേരിക്കയുമായി ഒപ്പുവെച്ച ധാരണാപത്രപ്രകാരം ഇറാൻ സമാധാനത്തിന്റെ പാത പിന്തുടരുമെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. എന്നാൽ കീഴടങ്ങാൻ ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്താനാകില്ലെന്നും അദ്ദേഹം ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച അഭിമുഖത്തിൽ വ്യക്തമാക്കി. അതേസമയം ഇറാനുമായുള്ള സംഘർഷം ഉടൻ അവസാനിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ദക്ഷിണ കൊറിയയിലെ അസാനിൽ നടക്കുന്ന കൊറിയ മാസ്റ്റേഴ്സ് സൂപ്പർ 300 ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ത്യൻ താരം അഷ്മിത ചാലിഹ ഇന്ന് ചൈനയുടെ ക്യൂ ഹാനെ നേരിടും. ഇന്നലെ നടന്ന സെമി ഫൈനലിൽ ഇന്ത്യയുടെ തന്നെ രക്ഷിത രാംരാജിനെ പരാജയപ്പെടുത്തിയാണ് അഷ്മിത ഫൈനലിലെത്തിയത്. തായ്ലൻഡിലെ നോന്താംപുരി പ്രവിശ്യയിൽ സ്കൂളിൽ നടന്ന വെടിവെപ്പിൽ മരിച്ചവരുടെ എണ്ണം 9ആയി. 14 പേർ ഇപ്പോഴും ചികിത്സയിലാണ്. 14 വയസ്സുള്ള തോക്കുധാരിയാണ് വെടിയുതിർത്തത്. സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ജമ്മു കാശ്മീരിൽ പഹൽഗാം, ബാൽതാൽ റൂട്ടുകളിലെ അമർനാഥ് യാത്ര ഇന്നു മുതൽ താൽക്കാലികമായി നിർത്തിവെക്കും. പാതകളുടെ അറ്റകുറ്റപ്പണികൾ, മോശം കാലാവസ്ഥ എന്നിവയെ തുടർന്നാണിത്. തുടർച്ചയായി പെയ്യുന്ന മഴയും പ്രതികൂല കാലാവസ്ഥയും കണക്കിലെടുത്ത് ഇന്നലെ ജമ്മുവിലെ ഭഗവതി നഗർ ബേസ് ക്യാമ്പിൽ നിന്ന് പുതിയ തീർത്ഥാടക സംഘങ്ങളെയൊന്നും യാത്ര തിരിക്കാൻ അനുവദിച്ചില്ല. ഗുണ്ടാ കേസുമായി ബന്ധപ്പെട്ട് ഒളിവിൽ കഴിഞ്ഞിരുന്ന അർജുൻ ആയങ്കി അറസ്റ്റിൽ. ഇന്ന് പുലർച്ചെ 2:40 കണ്ണൂർ നഗരത്തിനടുത്തെ അപ്പാർട്ട്മെന്റിൽ വെച്ച് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സ്ക്വാഡാണ് ആയങ്കിയെ കസ്റ്റഡിയിലെടുത്തത്. കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പുനരധിവാസത്തിനും ക്ഷേമത്തിനുമായുള്ള സമഗ്ര പാക്കേജ് സ്നേഹസാന്ത്വനത്തിന്റെ തുടർ പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാന സർക്കാർ 14.4 കോടി രൂപയുടെ ഭരണാനുമതി നൽകി. സംസ്ഥാന ബജറ്റിലെ ധനാഭ്യർത്ഥനയിൽ ഉൾപ്പെടുത്തി സാമൂഹ്യനീതി വകുപ്പ് വഴിയാണ് തുക അനുവദിച്ചത്. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയിൽ 11ാമത് ബ്രിക്സ് സാംസ്കാരിക മന്ത്രിമാരുടെ യോഗം ഭോപ്പാലിൽ സമാപിച്ചു. ബ്രിക്സ് അംഗരാജ്യങ്ങൾക്കിടയിൽ സാംസ്കാരിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഭോപ്പാൽ പ്രഖ്യാപനം യോഗം അംഗീകരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി ഹർ ഘർ തിരങ്ക പ്രചാരണത്തിന് ഇന്ന് തുടക്കം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ആൻഡമാൻ നിക്കോബാറിലെ ഫ്ളാഗ് പോയിന്റിൽ ദേശീയ പതാക ഉയർത്തും. ഇന്ത്യ അമേരിക്ക സമഗ്ര ആഗോള തന്ത്രപര പങ്കാളിത്തം വർദ്ധിപ്പിക്കാനുള്ള പ്രതിബദ്ധത ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസുമായി പ്രധാനമന്ത്രി ടെലിഫോൺ സംഭാഷണം നടത്തി. സ്റ്റാർട്ടപ്പുകൾക്ക് കൂടുതൽ കരുത്തു പകരാൻ പ്രമുഖ വ്യവസായ പങ്കാളികളുമായി തന്ത്രപ്രധാനമായ ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ച് കേന്ദ്ര സർക്കാർ. ഇറാൻ സമാധാനത്തിന്റെ പാത പിന്തുടരുമെന്നും എന്നാൽ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ലെന്നും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. ഉത്തരേന്ത്യയിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിലും കനത്ത മഴ തുടരും. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ത്യൻ താരം അഷ്മിത ചാലിഹ ഇന്ന് ചൈനയുടെ ക്യൂ ഹാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.